ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ വബഅദ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന വ്യത്യസ്ത ഹർഫുകളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന 3 ഹർഫുകളെക്കുറിച്ചാണ് ഇന്നു നാം പരിചയപ്പെടുത്തുന്നത്. മഖ്റജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. ഈ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഹർഫാണ് ലാ. ലാഇൻ്റെ മഖ്റജായി കിതാബിൽ ഉള്ളത് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ അറ്റവും എന്നാണ്. അതു തെറ്റാണ്. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും എന്നാക്കി തിരുത്തണം. ലാഇൻ്റെ സിഫത്ത് ജഹ്ർ, രഖ്വ്, ഇസ്തിഅലാ, ഇത്ബാഖ്. ഈ 4 ഹർഫുകളെക്കുറിച്ചും നാം നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ജഹ്ർ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് പുറപ്പെടാതിരിക്കുക. രഖ്വ് ശബ്ദം നീളുക. ഇസ്തിഅലാ തഫ്ഖീമോടുകൂടെ ഉച്ചരിക്കുക, അഥവാ നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുക. ഇത്ബാഖ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുക, അഥവാ കൂടുതൽ തഫ്ഖീമോടുകൂടി ഉച്ചരിക്കേണ്ട ഹർഫാകുന്നു ലാ. ലാ, ലി, ലു, ഔ. കാറ്റ് പുറപ്പെടാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ രഖ്വ് ഉണ്ടാവുകയും വേണം. നാവിൻ്റെ തല പല്ലിൻ്റെ തെല്ലിൽ അഥവാ തലയിൽ അല്പം പുറത്തു കാണുന്ന വിധം തട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ അമിതമായി നാവിൻ്റെ തല പുറത്ത് കാണാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ ലാഇനു സുക്കൂനുള്ള സമയങ്ങളിൽ ഖൽഖലത്ത് വരാതെയും ഇസ്തിഅലാഉം രഖ്വും നഷ്ടപ്പെടാതെയും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഉദാഹരണം, ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈആ. ഇവിടെ ലാ തുദ്ലമു എന്ന സ്ഥലത്ത് ലാ തുദ്ലമു, തൂല് എന്ന് പറയുക. അതുപോലെ ഇസ്തിഅലാ തഫ്ഖീം നഷ്ടപ്പെടുക. ലാ തുദ്ലമു, രഖ്വ് നഷ്ടപ്പെടാതിരിക്കുക. തുദ്ലമു, തുദ്ലമു, തുദ്ലമു എന്ന് പറയാതെ ലാ തുദ്ലമു. തുള് എന്ന് ഖൽഖലത്ത് വരാൻ പാടില്ല. തഫ്ഖീമോട് കൂടെ ആയിരിക്കണം. രഖ്വ് ശ്രദ്ധിക്കുകയും വേണം എന്നർത്ഥം. അതുപോലെ സാഇൻ്റെ ശബ്ദം കലരാതെയും ശ്രദ്ധിക്കണം. ചില ഉറുദു സംസാരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും കണ്ടുവരുന്നതാണ്. ചില മലയാളികളിലേക്കും അത് പകർന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ലാ പറയുന്ന സമയത്ത് അത് സാൻ്റെ ശബ്ദത്തിൽ തുസ്ലമു, ലാ തുസ്ലമു എന്ന് സാ, സി എന്ന് ശബ്ദം വരുന്ന അവസ്ഥ. അപ്പോൾ സായുടെ ശബ്ദം കലരാതെയും
പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ. فإذا هم مظلمون هم وأزواجهم في ظلال فظلتم تفكهون الذي أنقض ظهرك وأنتم حينئذ تنظرون فأنذرتكم نارا تلظى അടുത്ത ഹർഫ് ദാൽ. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും എന്ന ഈ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫാണ് ദാൽ. ദാലിൻ്റെ സിഫത്തുകൾ ജഹ്ർ, റിഖ്വ്, ഇസ്തിഫാൽ, ഇൻഫിതാഹ്. കാറ്റ് പുറപ്പെടും, എന്നാൽ ജഹർ കാറ്റ് ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് പുറപ്പെടുകയില്ല, എന്നാൽ റിഖ്വ് ഉണ്ടാവുകയും ചെയ്യും, ശബ്ദം നീളുകയും ചെയ്യും. ഇസ്തിഫാൽ, ഇൻഫിതാഹ്, നാവിൻ്റെ മുരടും മധ്യവും അണ്ണാക്കിൽ നിന്ന് അകന്നിരിക്കണം, അഥവാ തർക്കീക്കായി ഉച്ചരിക്കണം എന്നർത്ഥം. ഇവിടെയും നാവിൻ്റെ തല അല്പം പുറത്ത് കാണുന്ന വിധത്തിൽ പല്ലിൻ്റെ തെല്ലിൽ തട്ടി തന്നെയാണ് ഉച്ചരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. സാക്കിനായ ദാലിന് ഖൽഖലത്ത് വരാതെയും റിഖ്വ് നഷ്ടപ്പെടാതെയും സൂക്ഷിക്കണം, പ്രത്യേകം സൂക്ഷിച്ചിരിക്കണം. കാരണം പലപ്പോഴും ദാലിന് സുക്കൂനുള്ള സമയത്ത് ഇത് എന്ന് പറയാറുണ്ട്. സാധാരണ നാം ഓതാറുള്ള ഒരു പ്രധാനപ്പെട്ട ആയത്താണല്ലോ ആയത്തുൽ കുർസി. അതിലെ മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവിടെ ഇദ്നി എന്ന് പറയാറുണ്ട്. യാസീൻ സൂറത്തിൽ إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. ഇവിടെ ഇദ് അർസൽന, അവിടെ ഇത് എന്ന് ഖൽഖലത്തോടു കൂടി പറയുന്നത് എപ്പോഴും കേൾക്കാൻ സാധിക്കുന്നതാണ്. അത് തെറ്റാണ്. ഇത് എന്ന് ദാലിന് ഖൽഖലത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത് എന്ന് പറയാതെ ഇദ് അർസൽന. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ സായുമായുള്ള ശബ്ദവ്യത്യാസം മനസ്സിലാക്കണം. സാ മറ്റൊരു മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാകുന്നു, അതിൻ്റെ ശബ്ദം വേറെയാണ്. ദാലിൻ്റെ മഖ്റജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയുമാണ്, അത് മറ്റൊരു ശബ്ദവുമാണ് എന്ന് മനസ്സിലാക്കി ദാല് പറയുന്ന സമയത്ത് ഒരിക്കലും സാ പറയാൻ പാടില്ല, ഔസു പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഖുൽ അഊദു ദി ദു അദ് എന്നിങ്ങനെയാണ്
ദാൽ പറയേണ്ടത്. ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, سيصلى نارا ذات لهب، فيومئذ لا يعذب عذابه أحد. إن ربهم بهم يومئذ لخبير. يومئذ تحدث أخبارها خالدين فيها بإذن ربهم. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും എന്ന ഈ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന മൂന്നാമത്തെ ഹർഫാകുന്നു സ. സഇൻ്റെ സിഫത്തുകൾ ഹംസ്, റിഖ്, ഇസ്തിഫാൽ, ഇൻഫിതാഹ്. സ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് പുറപ്പെടും, റിഖുവും ഉണ്ടാകും. ഇസ്തിഫാൽ, ഇൻഫിതാഹ്, നാവ് മുരടും മധ്യവും അണ്ണാക്കിൽ നിന്ന് താഴ്ന്ന് ആണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെയും നാവിൻ്റെ തല അല്പം പുറത്ത് കാണുന്ന വിധം മുൻപല്ലുകളുടെ തെല്ലിൽ തട്ടി ഉച്ചരിക്കണം. എന്നാൽ കൂടുതൽ നാവ് പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കുകയും വേണം. ഹംസ് എന്ന സിഫത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ളാഇനും ദാലിനും ജഹ്ർ എന്ന സിഫത്താണുള്ളത്. എന്നാൽ സാഇന് ഹംസ്, കാറ്റ് പുറപ്പെടുക എന്ന സിഫത്താണുള്ളത്. അതോടൊപ്പം റിഖുവുണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, അൽഹാകുമുത് തകാസുർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, കൽഫറാശിൽ മബ്സൂസ്, ثم كلا سوف تعلمون. أفلا يعلم إذا بعثر ما في القبور. وأخرجت الأرض أثقالها
ഈ ഉദാഹരണങ്ങളൊക്കെ മുമ്പേ പറയാറുള്ളത് പോലെ ആവർത്തിച്ചാവർത്തിച്ച് കണ്ണാടിയുടെ മുഖത്ത് നോക്കി അക്ഷരങ്ങളൊക്കെ ക്ലിയറാണോ എന്ന് ഉറപ്പുവരുത്തി ഉദാഹരണങ്ങൾ പല തവണകളായി ഓതി ശീലമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഹക്കായ അഹ്ലുകാര കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.